സാധാരണക്കാരൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാധാരണക്കാരൻ നിങ്ങളൊരു പുതിയ സംരംഭം പരിചയപ്പെടുത്താണ്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള വാട്ടർ വീടുകൾ ക്ലീൻ ആക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ ആളുകൾ നന്നാക്കും. പക്ഷേ ടൗണുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട് നന്നാക്കാനോ ടാങ്ക് ക്ലീൻ ആക്കാനോ ആളുകളെ കിട്ടാറില്ല. അപ്പോൾ ഒരു ക്ലീനിങ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ആ നമ്പറുകളെല്ലാം ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീടുകളിൽ വന്നിട്ട് വാട്ടർ ടാങ്കുകൾ വീടുകളൊക്കെ ക്ലീൻ ആക്കി തരും. അതുപോലെ നിങ്ങൾക്ക് വീടുകളിൽ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ട്, വീടും പരിസരവും വൃത്തിയാക്കാനോ ക്ലീൻ ആക്കാനോ അതേപോലെ തെങ്ങുമ്മ കയറാനോ വിറക് പൊളിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് വീടും പരിസരവും ടാങ്കുകളും ക്ലീൻ ആക്കി തരും. ടാങ്ക് ക്ലീൻ ആക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിലാദ്യം ടാങ്ക് കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചിട്ട് ഫുള്ള് വൃത്തിയാക്കി എടുക്കുകയാണ്. അതായത് ടാങ്കിൻ്റെ ഈ ചളികൾ മൊത്തം ലിക്വിഡ് ഒഴിച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഇത് കഴുകി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ അത് കറക്റ്റ് ഉരച്ച് തുടച്ചെടുക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാങ്കിൻ്റെ പുറം ഭാഗമൊക്കെ ക്ലീനാക്കി കഴിഞ്ഞു, ഉൾഭാഗവും ക്ലീനാക്കി കഴിഞ്ഞു. അതായത് ടാങ്കിൻ്റെ അടപ്പുകൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴായാലും എവിടെയായാലും നമ്മളൊരു 3 മാസം കൂടുമ്പോൾ ടാങ്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാനും ഉപയോഗിക്കാനും പറ്റും. പ്രത്യേകിച്ച് ടൗണുകളിലൊക്കെ, നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ ടാങ്ക് കഴുകാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതേപോലെ ടാങ്ക് ഉൾഭാഗത്ത് ഇറങ്ങി ഫുള്ള് ക്ലീൻ ചെയ്ത് വടിച്ചെടുക്കും. അതായത് തുടച്ച് എല്ലാം ക്ലീനാക്കി എടുത്ത് ഫ്രഷ് ആക്കിയിട്ട് എടുത്ത് വീണ്ടും അതിലേക്ക് വെള്ളം അടിച്ച് കഴുകിയിട്ടാണ് നമ്മൾ തുടച്ചെടുക്കുന്നത്, ഫുള്ള് നല്ല ക്ലീനായിട്ട്. നമ്മളിവിടെ ടാങ്ക് കഴുകാൻ വേണ്ടി വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചാനലിൽ നിന്ന് വന്നതാണ്. സാധാരണക്കാരൻ ബ്ലോഗ് ഒരു ചാനലുണ്ട്, അപ്പോൾ ആ ചാനലിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ടാങ്ക് ഫസ്റ്റിൽ ഒരു സംരംഭമാണ്, തുടക്കമാണ് ക്ലീനിങ് സർവീസ്. തുടക്കത്തിൽ ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങാണല്ലോ. ഫസ്റ്റിൽ കിട്ടിയ ഓർഡറാണ് സ്കൂളിൽ നിന്ന്, പാതിരിപ്പാടം സ്കൂളിൽ. അത് സ്കൂളിൻ്റെ പേരെന്താ? GLPS പാതിരിപ്പാടം. ഫസ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു പരസ്യമാവും. ഇപ്പോൾ ടാങ്ക് കഴുകാൻ അതേപോലെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒരു സഹായം എന്ന നിലയ്ക്കാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ക്ലീനിങ് സർവീസ് മലപ്പുറം ജില്ല മൊത്തം ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്, പ്രത്യേകിച്ച് നിലമ്പൂർ ഏരിയയിലും. അപ്പോൾ ടാങ്ക് കഴുകി കഴിഞ്ഞപ്പോൾ ടീച്ചർ അഭിപ്രായം ഇത് എങ്ങനെയാണ് ഇവരെ വിളിച്ചത്, ഇവരെങ്ങനെ കോൺടാക്ട് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ? ഇത് ഫേസ്ബുക്കിൽ പരസ്യം കണ്ടിട്ട് വിളിച്ചതാണ്. എന്തായാലും നമ്മുടെ ടാങ്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ആദ്യം ക്ലീനിങ് ലിക്വിഡ് ഇട്ടാണ് അവർ കഴുകിയത്. അതായത് ടാങ്കിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ലിക്വിഡാണ്. അപ്പോൾ നമുക്ക് സേഫാണ്. അത് കഴിഞ്ഞിട്ട് അവർ ബ്രഷ് ഉപയോഗിച്ച് ടാങ്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് തന്നെ വേസ്റ്റൊക്കെ പുറത്തേക്കിട്ടു. പിന്നെ പൈപ്പിൽ കൂടെ പോവാതെ അതിൽ നിന്ന് തന്നെ വേസ്റ്റ് പുറത്തേക്കിട്ട് പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് അതിൻ്റെ ഇതൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി നീറ്റാക്കി. സൂപ്പറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ടീച്ചർ താങ്ക് യു. അപ്പോൾ ഏതായാലും ഇത് വലിഞ്ഞപ്പോൾ എന്തായാലും 2-3 മാസം കഴിഞ്ഞ് ടാങ്ക് കഴിയില്ല, കുട്ടികളൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കുക, ബന്ധപ്പെടുക. അപ്പോൾ സ്കൂളിൽ നമ്മൾ ടാങ്ക് കഴുകി കഴിഞ്ഞു, ടീച്ചറെ അഭിപ്രായം അറിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇവരെ വിളിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾ ബന്ധപ്പെടും. നിങ്ങൾക്കിനി ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ചാനലാണ് സാധാരണക്കാരൻ ബ്ലോഗ്, അതിൽ അറിയിച്ചാൽ മതി. അവരോട് ബന്ധപ്പെട്ട് ആളുകളോട് എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.